പ്രിയമുള്ളവരെ, നമ്മൾ ആരുടെയും അധികാരം കവർന്നെടുക്കാൻ വന്നവരല്ല. ജനിച്ച മണ്ണിൽ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിത്. 2024 ആഗസ്റ്റ് മാസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി, 7-അംഗ ബെഞ്ചിന്റെ വിധി വന്നു. ഉപസംവരണം അതാത് സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാമെന്നോ? നമ്മുടെ രാജ്യത്തെ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു കൂട്ടം പട്ടികജാതി സംഘടനകൾ സമരവുമായി ബന്ധപ്പെട്ടും കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും ഉപസംവരണ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ പട്ടികജാതിയിൽ തന്നെ സാധാരണപ്പെട്ട സമുദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് കോടതിക്ക് മനസ്സിലായി. എന്നിട്ടും 1995 കാലഘട്ടങ്ങളിൽ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി AK ആന്റണിക്കടക്കം പ്രധാനമന്ത്രിക്കടക്കം സംഘടനയുടെ നേതാക്കന്മാർ നിവേദനം കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ ഇവിടെ പറയുന്നത്, സിദ്ധന സർവീസ് സൊസൈറ്റി ആവശ്യപ്പെടുന്നത്, ഇവിടെ ഉപസംവരണ വ്യവസ്ഥ നടപ്പാക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ 6 ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരാണുള്ളത്. ആ കണക്ക് പരിശോധിക്കുമ്പോൾ സിദ്ധന കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവര് 3000-ൽ താഴെ പേരാണ് സർക്കാർ സർവീസിലുള്ളത്. എന്നാൽ ചില കമ്മ്യൂണിറ്റികൾ 20,000, 22,000-ഓളം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടായി. അതെങ്ങനെ ഉണ്ടായി? ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ശതകോടീശ്വരമായ പട്ടികജാതിക്കാരുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത, അടച്ചുറപ്പുള്ള വീടില്ലാത്ത ഒട്ടനവധി പട്ടികജാതി സമൂഹം ഇന്ന് ഈ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സിദ്ധന സർവീസ് സൊസൈറ്റി പറയുന്നത്, ഉപസംവരണം നടപ്പാക്കിയാൽ ഞങ്ങളുടെ കുട്ടികൾ ഇന്ന് പഠിച്ചിട്ട് നിൽക്കുന്ന ഡിഗ്രിയും PGയും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അടക്കം പഠിച്ചിട്ട് നിൽക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് തൊഴിലില്ല. അവര് പഠിച്ചിട്ടല്ല, അവര് പഠിച്ച് മിടുക്കരായി സർക്കാരിന്റെ PSC റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ അവർ തള്ളിപ്പോകുന്നു. അതാണ് കല്ലട നാരായണൻ സാർ 1978-ൽ ഈ ഉപസംവരണം നടപ്പാക്കണമെന്ന് പറഞ്ഞതിന്റെ ആവശ്യകത. അന്ന് ആ ഗവൺമെന്റ് നടപ്പായിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ ഓരോ സിദ്ധന സമുദായ കുടുംബത്തും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. തമിഴ്നാട്ടിൽ ഇതുപോലൊരു കമ്മ്യൂണിറ്റിക്ക് ഉപസംവരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നടപ്പാക്കി കൊടുത്തു. ഞാൻ വളരെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഈ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ചില കാര്യങ്ങളിൽ വളരെ സ്പീഡായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്. കാരണം മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് 10% സംവരണം കൊടുക്കുവാൻ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനവും മുന്നോട്ട് വരാതിരുന്നപ്പോൾ കേരളം പോലുള്ള സാധാരണപ്പെട്ടവരുടെ പട്ടികജാതിക്കാരുടെ വോട്ട് മേടിച്ച് അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റ് അതിനെ നിമിഷങ്ങൾക്കകം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, സിദ്ധന സർവീസ് സൊസൈറ്റി പറയുന്നു, ഉപസംവരണം നടപ്പാക്കുവാനുള്ള നിയമ നടപടികൾ സർക്കാർ എടുത്തില്ല എങ്കിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ 35ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ കമ്മ്യൂണിറ്റി ശക്തമായ വിധിയെടുത്ത് നടത്തും. ഈ നിയമസഭയിലേക്ക് ആര് കടന്നു വരണമെന്നും എവിടുന്ന് ആര് പാർലമെന്റിലേക്ക് പോകണമെന്നും സിദ്ധന സർവീസ് സൊസൈറ്റി തീരുമാനമെടുത്താൽ ആ തീരുമാനം വലുതായിരിക്കും.